വിറക് ചേച്ചി, നമുക്ക് ഈ വിറകിന്റെ വിലയും കൂടിയിട്ടുണ്ടോ? വിറകിന്റെ വില നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി അത്ര അറിയില്ല. വില എത്രയെന്ന് അറിയില്ല. നമ്മൾ വിറകടുപ്പിൽ ഇതുവരെ പാചകം ചെയ്തിട്ടില്ലല്ലോ, ആദ്യമായിട്ടല്ലേ ചെയ്യാൻ പോണത്. എന്നാലും എന്ത് വില കൂടിയാലും നമ്മൾ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. ഒത്തിരി ആൾക്കാർ നമ്മൾ ആശ്രയിച്ച് കഴിയാനുണ്ടല്ലോ. ഇതുകൊണ്ട് തന്നെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്, ഈ ഇവിടുത്തെ ഭക്ഷണം കൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് അവരെ നമുക്ക് തൃപ്തിപ്പെടുത്തിയേ പറ്റും. അപ്പോൾ അതുകൊണ്ട് എന്ത് വില കൂടിയാലും എങ്ങനെയാണെങ്കിലും ഭക്ഷണം നമ്മളിവിടെ പാചകം ചെയ്ത് കൊടുക്കും. എന്തായാലും രാവിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞതനുസരിച്ച് വിറക് വാങ്ങുന്ന സമയത്ത് പോലും അവിടെ വില ഉയർത്തുന്ന ഒരു കാര്യമായിരുന്നു കണ്ടത്. തുടക്കത്തിലൊക്കെ അവർക്ക് ചെറിയ തുകയ്ക്ക് വിറക് നൽകാമെന്ന് പറഞ്ഞെങ്കിൽ പോലും പിന്നീട് അതിൻ്റെ വില ഉയർത്തി എന്നുകൂടി പറയുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും, കാരണം ലഭ്യത കൂടുമ്പോൾ, ആവശ്യക്കാർ കൂടുമ്പോൾ വില ഉയർത്തുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു നടപടിയാണ്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഓൺലൈനിലൊക്കെ ഈ ഒരു ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും, ഇൻഡക്ഷൻ കുക്കർ നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ വില ഇരട്ടിയായിരിക്കുന്നത്. നിരവധി ട്രോളുകളൊക്കെ ഇതിനോടകം തന്നെ വരികയും ചെയ്തു. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഇൻഡക്ഷൻ വാങ്ങുന്ന ആളുകളുടെ എണ്ണം കൂടി. കാരണം ഗ്യാസ് വീടുകളിലും കൂടി ഗ്യാസ് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നുള്ളൊരു ടെൻഷനിലാണ് വീട്ടമ്മമാരും വീട്ടിലുള്ളവരും.